ഞാനൊരു കഥ പറയാം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് അറിയാൻ സാഹസിക യാത്രയ്ക്ക് ഒരുങ്ങുന്ന പ്രൊഫസർ നിക്കോൾസണും കൂട്ടാളികളുടെയും കഥയാണ് അഖിൽ ബി നർമ്മജൻ എഴുതിയ മെർക്കുറി ഐലൻഡ്. ചരിത്രാധ്യാപകനായ പ്രൊഫസർ നിക്കോൾസൺ സാഹസികത ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ എന്നതിലുപരി ചെറുപ്പം മുതൽ ചരിത്രങ്ങൾ തേടിപ്പോകാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. എന്ത് കാര്യത്തിനെയും ജിജ്ഞാസ കൊണ്ട് മാത്രം കാണുന്ന പ്രൊഫസറിനെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് മുമ്പുള്ള ദീർഘമായ അവധി അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. വിദ്യാർത്ഥികളായ ജെസി, താര, റൂബി, ടോജി, വിക്കി, ഷാനു, അലക്സ് പ്രൊഫസറിനെ തേടിയിറങ്ങി. ഇതിന് മുമ്പ് നടന്ന ചില സംഭവ വികാസങ്ങൾ ഇവരുടെ ജോംസി മിസ്സിനെയും കൂടെ കൂട്ടി. കടൽ മാർഗം പോകുന്നതിനായി ബോട്ട് ഡ്രൈവിംഗിനായി സാഹസികതയെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കൂടി അവർക്ക് വേണമായിരുന്നു. അതായിരുന്നു രഞ്ജിത്ത്. രഞ്ജിത്ത് അവരുടെ കൂടെ യാത്ര പോകുന്നതിനും പ്രത്യേകമായ കാരണങ്ങളുണ്ട്. അങ്ങനെ ഈ 9 അംഗ സംഘം യാത്ര തിരിച്ചു. ബോട്ട് യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് അവർ ഒരു മാന്ത്രിക ദ്വീപിൽ എത്തിച്ചേർന്നു. അവിടെയും അവരെ കാത്തിരുന്നത് മരണക്കെണികളായിരുന്നു. ബുദ്ധിമുട്ടേറിയ പാതയിൽ അവർ പ്രൊഫസറിനെ കണ്ടുമുട്ടുന്നു. പക്ഷേ ഓരോ ചുവടും പാമ്പും കോണിയും പന്തയമായിരുന്നു. ശരിയായ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ടാസ്ക്. ആലോചിച്ചും കണക്ക് കൂട്ടിയുമുള്ള യാത്രയിൽ 9 അംഗ സംഘം വേർപിരിയുകയും വീണ്ടും ഒത്തുചേരുകയും ചെയ്യുന്നുണ്ട്. പ്രകൃതിക്ഷോഭമാണ് ഇവരുടെ യാത്രയെ അലട്ടുന്ന പ്രധാന പ്രശ്നം. ആരാലോ നിയന്ത്രിക്കപ്പെടുന്ന ഭൂമിയിലെ ചതിക്കുഴികളെ തിരിച്ചറിയുക എന്നതാണ് ഇവർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. മായന്മാരാൽ നിർമ്മിക്കപ്പെട്ടതാണ് മെർക്കുറി ഐലൻഡ്. മെർക്കുറി ഐലൻഡിന് സ്വന്തമായി ഒരു നിയമമുണ്ട്. ഭൂമിക്കുമുണ്ട് ഒരു ഏക മർമ്മം. നമുക്ക് നമ്മുടെ മർമ്മസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കുന്നുവോ അത് തന്നെ ശരീരത്തെ ആകെ ബാധിക്കും. അതുപോലെ തന്നെയാണ് ഭൂമിക്ക്. മെർക്കുറിയിൽ എന്ത് സംഭവിക്കുന്നോ അത് ഭൂമിയെ മുഴുവൻ ബാധിക്കും. ഭൂമിയുടെ ഇങ്ങനൊരു മർമ്മം കണ്ടെത്തിയത് പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന മായന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഒരു മാന്ത്രിക ജനതയായിരുന്നു. അവരുടെ പല തലമുറകളും ഭൂമിയുടെ മർമ്മം കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിനായി ജീവിതകാലം മുഴുവനും ചെലവഴിച്ചു കൊണ്ടിരുന്നു. കുട്ടികൾ ഉൾപ്പെടെ അവരുടെ പരമ്പരയിൽപ്പെട്ട എല്ലാവരും തുല്യ ജ്ഞാനികളായിരുന്നു. രാജഭരണം നിലനിന്നിരുന്ന ആ കാലത്ത് അത്ഭുതകരമായി അവർ അവരുടെ ലക്ഷ്യം കണ്ടെത്തി. ഭൂമി എന്ന ഗ്രഹത്തിന്റെ മർമ്മം കടലിലെ ഒരു ദ്വീപാണെന്ന് അവർ പ്രസ്താവിച്ചു. ഒടുവിൽ അത് തെളിയിക്കുവാനായി അന്നത്തെ അവരുടെ രാജാവ് അവരെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഏറ്റെടുത്ത അവർ അതിനായി തങ്ങളുടെ തലമുറയിലെ എല്ലാവരുടെയും കഴിവുകൾ പരമാവധി ഉപയോഗിച്ച് മറ്റൊരു മാതൃകാ ഭൂമിയെ മെർക്കുറിയിൽ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ആ മാതൃകാ ഭൂമിയിൽ അവരുടെ കഴിവുകളിലൂടെ ഓരോരോ മാറ്റങ്ങൾ വരുത്തിക്കാട്ടി. മാതൃകാ ഭൂമിയിൽ വരുന്ന വ്യതിയാനങ്ങൾക്ക് അനുസൃതമായി ഭൂമിയിലും അത് സംഭവിക്കുന്നത് കണ്ട് രാജാവ് ആശ്ചര്യപ്പെട്ടു. ഒടുവിൽ വാക്കുപ്രകാരം അയാൾ അവരുടെ മുന്നിൽ തോൽവി സമ്മതിച്ചു. മാത്രമല്ല, ഭൂമിയുടെ ഭ്രമണത്തിന് വിപരീതമായി ഭൂമി ചലിക്കുന്ന സമയത്തിന്റെ പല മടങ്ങ് ഇരട്ടിയായി ആ ദ്വീപിലെ ചില സ്ഥലങ്ങളും പരസ്പരം ചലിക്കുന്നുണ്ടെന്നും അവർ രാജാവിന് കാട്ടിക്കൊടുത്തു. പക്ഷേ അവിടെ മരങ്ങളോ മൃഗങ്ങളോ ഒന്നും തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഭരണാധികാരി മെർക്കുറിയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ തീരുമാനിച്ചു. അയാൾ ആ മാതൃകാ ഭൂമി ഉപയോഗിച്ച് നിഷ്പ്രയാസം സമീപ രാജ്യങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ വരുത്തിത്തീർത്ത് അവയെല്ലാം കീഴടക്കി. അതോടൊപ്പം മറ്റാർക്കും എത്തിപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ മാതൃകാ ഭൂമിയെ വലയം ചെയ്ത് മെർക്കുറിയിൽ അയാൾ ഒരു പടുകൂറ്റൻ കൊട്ടാരവും പണിയെടുപ്പിച്ചു. കൊട്ടാരത്തിന്റെ പണി കഴിഞ്ഞതോടെ അതിനു ചുറ്റുമുള്ള ചലിക്കുന്ന സ്ഥലങ്ങളിൽ ആരും മനസ്സിലാക്കാത്ത രീതിയിൽ അയാൾ കെണികളും നിർമ്മിച്ചു. ഒടുവിൽ കൊട്ടാരവും കെണികളും നിർമ്മിച്ചവരെ അയാൾ വധിച്ചു കളഞ്ഞു. കാരണം കെണികളുടെ രഹസ്യം രാജ്യാവകാശിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാൻ അയാൾ ആഗ്രഹിച്ചു. പക്ഷേ വധിക്കപ്പെട്ട ആളുകളിലേക്ക് എന്തോ കറുത്ത വസ്തുക്കൾ വന്നു പൊതിയുന്ന കണ്ട രാജാവ് അതിന്റെ രഹസ്യം കണ്ടെത്തി പറയാൻ മാന്ത്രിക തലമുറയെ ചുമതലയേൽപ്പിച്ചു. രാജാവിന്റെ പ്രവൃത്തിയിൽ അതൃപ്തി തോന്നിയെങ്കിലും വധിക്കപ്പെട്ടവരുടെ ഗതി തങ്ങൾക്കും വന്നേക്കാമെന്ന ഭയത്താൽ അവർ അതിനുള്ള അന്വേഷണം ആരംഭിച്ചു. കുറച്ചു കാലം നീണ്ടുനിന്ന ആ അന്വേഷണത്തിനൊടുവിൽ അവർ ആ രഹസ്യം കണ്ടെത്തി. ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ലാത്ത ഒരുതരം മൂലകം ആ ദ്വീപിന്റെ മണ്ണിൽ അലിഞ്ഞു ചേർന്നിരുന്നു. ആ മൂലകത്തിന് ചൂടിനെ നിലനിർത്താനുള്ള കഴിവുമുണ്ടായിരുന്നു. മെർക്കുറിയിൽ ഒരു കാരണവശാലും മനുഷ്യന്റെയോ മൃഗങ്ങളുടെയോ നിർജീവമായ ശരീരം നിലനിൽക്കില്ല എന്നവർ കണ്ടെത്തി. മണ്ണിൽ മറിഞ്ഞു കിടക്കുന്ന ആ മൂലകങ്ങൾ കൂട്ടമായി നിർജീവമായ ശരീരത്തെ ആകർഷിക്കുകയും മെർക്കുറിയിലെ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് അവയെ കൊണ്ടുപോവുകയും ചെയ്തു. ആ സ്ഥലവും ഈ മൂലകങ്ങളുമായി എന്തോ ആകർഷണമുണ്ടെന്ന് അവർ മനസ്സിലാക്കി. മർമ്മദ്വീപിൽ ആ മൂലകങ്ങൾ ഒരളവിൽ കൂടുതൽ സംയോജിച്ചാൽ സ്വാഭാവിക ഗുരുത്വാകർഷണമില്ലാതെയാവും.
അതിനാൽ ഭൂനിരപ്പിൽ നിന്നും നിശ്ചിതമായ ഒരു അകലത്തിൽ മാത്രമേ അവ സ്ഥിതി ചെയ്യുകയുള്ളെന്നും അവർ കണ്ടെത്തി. നിർജീവമായ ശരീരങ്ങൾ വന്നു ചേരുന്ന സ്ഥലത്തെ മർമ്മദ്വീപിലെ ശവപ്പറമ്പ് എന്നവർ വിളിച്ചു. അതോടൊപ്പം ആ മൂലകത്തിന് അവർ അന്നത്തെ രാജാവിന്റെ പേരും നിർദ്ദേശിച്ചു, മെർക്കുറി. രാജാധിപനായ അയാൾ തന്റെ പേര് തന്നെ ആ ദ്വീപിനും നാമകരണം ചെയ്തു. മാത്രമല്ല, മർമ്മദ്വീപിലെ കെണികളിൽ തൃപ്തി തോന്നാതിരുന്ന അയാൾ മാന്ത്രിക തലമുറയെ കൊണ്ട് ദ്വീപിന് ചുറ്റും ഒരു സംരക്ഷണ വലയം പോലെ വൻ കടൽ ചുഴികളും മാതൃകാ ഭൂമിയിൽ ഉണ്ടാക്കിയെടുത്തു. മാതൃകാ ഭൂമിയിൽ സംഭവിച്ചത് യഥാർത്ഥ ഭൂമിയിലും സംഭവിച്ചു. ദ്വീപിന് ചുറ്റും മരണച്ചുഴികൾ രൂപം കൊണ്ടു. അതോടൊപ്പം ദ്വീപിലേക്ക് എത്തുവാനുള്ള രഹസ്യ വഴി രാജാവിനും ആ മാന്ത്രിക തലമുറയ്ക്കുമിടയിൽ മാത്രം ഒതുങ്ങി നിന്നു. അവരെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ അവസാനിച്ചു എന്ന് മനസ്സിലാക്കിയ അയാൾ അവരുടെ കൂട്ടത്തിലെ ഒരു ബാലനെ ഒഴികെ ബാക്കി എല്ലാവരെയും നിഷ്കരണം വധിച്ചു. എന്നിട്ട് മാതൃകാ ഭൂമിയിൽ ഓരോ മാറ്റങ്ങൾ വരുത്തി വീണ്ടും വീണ്ടും രാജ്യങ്ങൾ പിടിച്ചടക്കി. പിടിച്ചടക്കുന്ന ധനമെല്ലാം ഇയാൾ മെർക്കുറിയിലേക്ക് കടത്തി. ഒപ്പം പിടിച്ചടക്കുന്ന രാജ്യങ്ങളിൽ നിന്നുമുള്ള തടവുകാരെ മുഴുവനും കണ്ണുകെട്ടി ഇവിടേക്ക് കടത്തിയ ശേഷം ദ്വീപിൽ ഓരോ അടിമജോലികൾ ചെയ്യിപ്പിച്ചു. തന്നെ ദ്വീപിലെത്തിക്കുവാനും തിരികെ രാജ്യത്ത് എത്തിക്കുവാനുമുള്ള ചുമതല അയാൾ ആ ബാലനെ ഏൽപ്പിച്ചു. ജീവഹാനി ഭയന്ന് അവൻ രാജാവിന്റെ ആജ്ഞകൾ അനുസരിച്ചു. രാജ്യത്തെത്തിയാൽ ഉടൻ രാജാവ് അവനെ ആരും അറിയാതെ ഒളിവിൽ പാർപ്പിച്ചിരുന്നു. എന്നിട്ട് ദ്വീപിലേക്ക് പോകാനുള്ള ദിവസം മാത്രം അവനെ സ്വതന്ത്രനാക്കി. രാജ്യത്തുള്ള ജനങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ല. രാജാവിന് ലോകം വെട്ടിപ്പിടിച്ച സംതൃപ്തിയും അഹങ്കാരവും കൈവന്നു. ഒളിവിൽ കഴിഞ്ഞിരുന്ന നാളുകളിലാണ് തന്റെ അന്ത്യം മുന്നിൽ കണ്ടതുപോലെ അവൻ ആ പുസ്തകം എഴുതി തുടങ്ങുന്നത്. തലമുറകളായി പകർന്നു കിട്ടിയ അവന്റെ അറിവുകളും ദ്വീപിന്റെ കഥയും അവൻ അതിൽ എഴുതി ചേർത്തിരുന്നു. മാത്രമല്ല, ആ മാന്ത്രിക തലമുറ രാജാവിൽ നിന്നും മറച്ചുവെച്ച 2 വലിയ രഹസ്യങ്ങൾ അവൻ അതിൽ എഴുതി ചേർത്തു. പുസ്തകം എഴുതി തീർന്നതോടൊപ്പം അവൻ ചില തീരുമാനങ്ങളും എടുത്തിരുന്നു. അതിനുശേഷം അവൻ തന്റെ തന്നെ പടയാളി വേഷത്തിലുള്ള ഒരു പ്രതിമ നിർമ്മിച്ച് ആ പുസ്തകം അതിലടക്കം ചെയ്തു. മെർക്കുറി രാജാവിന്റെ അന്ത്യയാത്ര എന്ന് മാത്രം അതിന്റെ അവസാന താളിൽ പറയുന്നു. അതുവരെ മാത്രമാണ് നമുക്ക് ആ പുസ്തകത്തിലൂടെ കിട്ടിയ ആകെയുള്ള വിവരങ്ങൾ. അവരുടെ യാത്രാമധ്യേ എന്തുണ്ടായി എന്നതും ദ്വീപിലുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നതും ഇന്നും ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു. രഹസ്യങ്ങളുടെ എല്ലാ കുരുക്കഴിച്ച് പ്രൊഫസറും കൂട്ടരും തിരികെ നാട്ടിലെത്തുന്ന നിമിഷം മാന്ത്രിക ദ്വീപിൽ സംഭവിച്ചതെല്ലാം അവരുടെ ഓർമ്മകളിൽ നിന്നും വാങ്ങിപ്പോകുന്നു. അപ്പോഴും ഒരു നിഗൂഢത നിലനിർത്തിക്കൊണ്ടാണ് നോവൽ അവസാനിക്കുന്നത്.